ഒരു വാട്ടർഫോൾസിന്റെ അവിടെ എത്തി. ഇതിന് ചീയപ്പാറ വാട്ടർഫോൾസ് ആണെന്ന് തോന്നണത്. അങ്ങനെയൊക്കെ പക്ഷെ അപ്പുറത്ത് നല്ല കോടയുണ്ട്. ബൈക്കിൽ ഇവിടെ വാട്ടർഫോൾസ്. വാവ് വിഷക്കുട്ടാ, ലുക്ക് അറ്റ് ദാറ്റ്. നോക്കി. ഓ മൈ ഗോഡ്, എന്ത് ഹൈറ്റിലാ. പൈനാപ്പിൾ എടുത്തിട്ട് പോയി. അയ്യോ അതേ പോയി. പൈനാപ്പിൾ കൊണ്ടോ. അയ്യോ അതെ അടുത്ത ആള് എല്ലാം എടുത്തോണ്ട് പോയെ. പൈനാപ്പിൾ കൊണ്ടുപോണ്. തൊണ്ടിയാ? ഓ മൈ ഗോഡ്, എത്ര സ്റ്റെപ്പ് പോലെ അല്ലേ? വന്നിരിക്കുന്നേടാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. നമ്മളിപ്പോ അൽ മദീന ഫാമിലി റെസ്റ്റോറന്റിലാണ് വന്നിരിക്കുന്നത്. വാളറ എന്ന് പറഞ്ഞ സ്ഥലം അല്ലേ? മൂന്നാറ്. ആ മൂന്ന് സൈഡിൽ തന്നെ ഒരു ഇതുണ്ട്. അവിടെ നേരെ ഒരു മലയും ഉണ്ട്. ഫുഡ് കൂടി കഴിച്ചിട്ട് നമുക്ക് പറയാം. വേണ്ട കഴിക്കാൻ. പിങ്ക് വാട്ടർ പിങ്ക് കളർ കുടിച്ചു നോക്കി. സെറ്റായിട്ട് കിട്ടുന്നതാ. മൂലപ്പൂ വെജിറ്റബിൾ കറി. അവർക്കും പൂരി സെറ്റ് വന്നോ. കടലക്കറി 3 കറിയുണ്ട്. 3 കറി, പിന്നെ വട, പിന്നെ പൂരി. അട്ടിഷു സാധനം. കിടലും ഫുഡായിരുന്നു കേട്ടോ. നിങ്ങൾ മൂന്നാർ റൂട്ട് പോകുന്നുണ്ടെങ്കിൽ അൽ മദീന ഫാമിലി റെസ്റ്റോറൻറ്റിൽ എന്തായാലും കയറിക്കോളൂ. അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ. സൂപ്പർ ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കാണിച്ചു നോക്കിയാ അല്ലേ? ഇടയ്ക്ക് കഴിക്കാൻ. ലക്ഷ്മി എസ്റ്റേറ്റ്. ഞാൻ വീഡിയോ എടുക്കണ ഡാൻസ് കളിക്കണ. യൂട്യൂബ് ബൈ.
ഹോഴ്സ് ഇഷ്ടപ്പെട്ടാ എങ്ങനെയുണ്ട് സഞ്ജു? അടിപൊളി സ്ഥലമല്ലേ? ഇതൊരു ഫോട്ടോ എടുക്കുന്ന ഒരു വ്യൂ പോയിന്റ് ആണ്. ഇതിന്റെ ലൊക്കേഷൻ കോർഡിനേറ്റ്സ് നമുക്ക് ഇടാൻ പറ്റും. എന്തെങ്കിലും ഞാൻ കോപ്പി ചെയ്തിട്ടുണ്ട്. ഇവിടെ ഫുള്ള് ഷോപ്സ് ആണ്. ഇവിടെ കുറെ ആക്ടിവിറ്റീസ് ഉണ്ട്. ഷൂട്ടിങ് ആക്ടിവിറ്റി, കുറെ അടിപൊളി നിറയെ ഷോപ്പ്. ഹോഴ്സിനെ കാണണം. അതായത് നമ്മള് വന്നപ്പോ റെയിൻ ഉണ്ടെങ്കിൽ ഇവിടെ ഒന്നും കഴിഞ്ഞില്ല. ഭാഗ്യായി. കൊറേ ഷോപ്പുകളുണ്ട്. കണ്ണട അയ്യോ ഈശക്കുട്ടാ. എങ്ങനെയുണ്ട്? ഈശക്കുട്ടാ ഇഷ്ടായ? സഞ്ജു കോൺ വാങ്ങിക്കാൻ വന്നിരിക്കാണ്. ഈ തണുപ്പത്ത് ഇത്തിരി ചൂട് പോകാൻ കഴിഞ്ഞാൽ നല്ലത്. നമ്മുടെ കുതിരയുടെ സവാരി അടിപൊളിയായിരുന്നു കേട്ടോ. ആ ചേട്ടൻ നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ നന്നായിട്ട് ഹെൽപ്പ് ചെയ്ത് കയറാനും കാര്യങ്ങളൊക്കെ. പൈസ 100 രൂപയുള്ളൂ. ചിക്കുട്ടാ കോൺ വാങ്ങിക്കാൻ പോന്നൊക്കെ? ആ ചിക്കുട്ടൻ കോൺ ഇഷ്ടല്ലേ? ചിക്കുട്ടൻ കോൺ ഭയങ്കര ഇഷ്ടമാണ്. അവിടെ ഇടയ്ക്കിടയ്ക്ക് കോണ് വാങ്ങിട്ട് ഇഷ്ടായോ? തിന്നണം. കുഴപ്പമില്ല. ചിക്കുട്ടാ മാങ്ങോ? മൂൺ വാലി ബോട്ടിംഗ് സെന്റർ, അവിടേക്കാണ് നമ്മൾ പോണത്. ടോൺ ബോട്ടാ 20 സീറ്റ്. നോർമൽ സ്പീഡ് ബോട്ട് 7 സീറ്റർ ആയിട്ടാണ്. അവിടെ പോയി നോക്കാം. അയച്ചുണ്ട്. ഇതിലാണ് എൻട്രി. പുള്ള് ഇഷ്ടപ്പെട്ടാ? പുള്ള് ഇവിടേക്ക് സോളാർ ബോട്ട് 250 രൂപ ഒരാൾക്കല്ലേ? എത്ര പേര്? സോളാർ ബോട്ട് കാണാൻ നല്ല രസമുണ്ട്. ക്ലോസ്ഡ് ബോട്ടാണ്. പിന്നെ മാത്രല്ല റെയിൻ വന്നാലും നമുക്ക് പ്രശ്നമില്ല. പോവാം. സോളാർ ബോട്ട് നല്ല രസമുണ്ട് കാണാന്. നല്ല സ്പീഡായിരിക്കും. ഡോക്ടർ ഫിഷ് സ്പാ. ഫിഷ് സ്പാക്ക് ഉണ്ട്.
ഓ അടിപൊളിയായിട്ട് ഇവിടെ നല്ല രസമുണ്ട് കാണാൻ. ആ അതുകൊണ്ട് നമ്മൾ ക്ലോസിലെടുത്ത് ഇൻ കേസ് മഴ പെയ്യാണെങ്കിൽ. വാവ് ബ്യൂട്ടിഫുൾ. പിടിക്കാം അച്ചാച്ചൻ, പിടിക്കാം അച്ചാച്ചൻ, അച്ചാച്ചൻ എടുക്കൂട്ടാ. ഇറങ്ങ ഇറങ്ങ. ബെൽറ്റ് ക്ലിപ്പ് ഇട്. ഓ ഇശക്കൊട്ടനെ ഇടിച്ചു കൊടുക്കുന്നു. ഈ ഡ്രസ് നല്ല ചേരുണ്ട്, സ്ഥിരാക്കിക്ക് വേണമെങ്കിൽ. ഇവിടെ ഒരാള് വിസിലടിച്ച് കളിക്കണം. അതിന്റെ ഇപ്പൊ തന്നെ നല്ല തണുപ്പ് തന്നെ ഉണ്ട് കേട്ടോ ഇതിലിരിക്കുമ്പോ തന്നെ. എന്തോ വെള്ളയ അച്ചാച്ചന്റെ അച്ചാച്ചിയുടെ വീഡിയോ എടുക്കാണ് ഇശക്കുട്ടൻ. അയ്യോ ദേ ഇശക്കുട്ട ചൂണ്ടിടുന്നുണ്ട്. അവിടെ നിന്ന് ചൂണ്ടിടുന്ന മീനെ പിടിക്കുന്നു. പിന്നെ ഓളോട്ടോ അവിടെ അല്ലേ? ബോട്ടൊക്കെ കിടന്ന് കൂലിങ്ങാണ്. ഇടണോ അതേ ചൂണ്ടിടുന്ന മീനെ പിടിക്കാൻ. സ്പീഡ് ബോട്ടല്ലേ? കൊച്ചിനെ കൊണ്ട് പോകാൻ പറ്റില്ല. കൊറേ നാളായി ചൂണ്ടിടണം പറഞ്ഞു നടക്കണ ഇശക്കുട്ടൻ. കുറെ ആക്ടിവിറ്റീസ് ഉണ്ട് ഇതിനകത്ത്. ഷോപ്പിംഗ് ചെയ്യാൻ കുറെ പരിപാടികളുണ്ട്. സിപ്പ് ലൈൻ ഉണ്ടല്ലോ, അതൊക്കെ മോളിൽ നിന്ന് കണ്ട. പാരാസൈലിംഗ് പെർ പേഴ്സൺ നമുക്ക് വരുന്നത് 1500 രൂപയാണ് അവർ പറയുന്നത്, പെർ പേഴ്സൺ. പിന്നെ നമ്മൾ കുറച്ച് റിസ്ക് ഉള്ളതുകൊണ്ട് കയറിയില്ല. അതെ, ഇതിപ്പോൾ നമുക്ക് 4 പേർക്ക് 1000 രൂപ വന്നത് ബോട്ടിന്. പിന്നെ ഇവിടെ എൻട്രി ഫീ ഉണ്ട്. എൻട്രി ഫീ പെർ പേഴ്സൺ 40 റുപ്പീസാണ്. അപ്പോൾ നമ്മൾ 4 പേര് പിന്നെ കുട്ടിക്ക് വേണ്ട. അപ്പോൾ 160 റുപ്പീസ് പ്ലസ് കാറിന് 40 റുപ്പീസ്. അപ്പോൾ അങ്ങനെ 200 റുപ്പീസാണ് ഇവിടെ എൻട്രി ചെയ്യാനുള്ള ഫീ. പിന്നെ ബോട്ടിങ്ങിന് നമ്മുടെ സോളാർ ബോട്ട് 250 പെർ പേഴ്സൺ. അപ്പോൾ അങ്ങനെ പിന്നെ കുറേ ടൈപ്പ് ബോട്ട് ഉണ്ട്. നമുക്ക് ഓപ്പൺ ബോട്ടുകളുണ്ട്, സ്പീഡ് ബോട്ടൊക്കെ ആയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. കേരള ഹാൻഡ്ലൂം സാരീസ്, ഡ്രൈ ഫ്രൂട്ട്സ്, ഹാൻഡിക്രാഫ്റ്റ്സ്, ഹോം മെയ്ഡ് ചോക്ലേറ്റ്, റൈസ്, കേരള ഹൽവ, ഹോം മെയ്ഡ് വൈൻ, ഫാൻസി ഐറ്റംസ്, ടോയ്സ്, കുറേ സാധനങ്ങളുണ്ട് ഇവിടെ. ഷോപ്പിംഗ് ഒക്കെ ചെയ്യാം ഇവിടെ. ഹോം മെയ്ഡ് ചോക്ലേറ്റ്, ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ വാങ്ങിക്കുന്നുണ്ട്. ഇത് മിൽക്ക് ഡാർക്ക് ചോക്ലേറ്റ്. ഡാർക്ക് ചോക്ലേറ്റ് അത് മേടിക്കാം, എടുത്തോ. വൈന വൈൻ
ജ്യൂസ് ജ്യൂസ് ഇത് ജ്യൂസ് വൈൻ ആனா அது பல வைன் 150 இது வந்து இது வைன் இது ജ്യൂസ് കുടിക്കണ്ട ഒരു 2 ദിവസത്തേക്ക് ഒരു ദിവസം ഇച്ചിരി കുടിച്ചാൽ മതി ഓക്കെ വൈറ്റ് ഒക്കെ ഉണ്ട്. അതും വേണം, അതിരുന്നോട്ടെ, രണ്ടും ഇരുന്നോട്ടെ. ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. സഞ്ജു എന്തൊക്കെ മേടിച്ചത്? ഒരു വൈൻ മേടിച്ചു, നല്ല കിടിലൻ തന്നെ ഒരു വൈൻ, എല്ലാ ഫ്രൂട്ട്സും കൂടി കൂടിയിട്ടുള്ള ഒരു വൈൻ. പിന്നെ കാപ്പിപ്പൊടി 2 പാക്കറ്റ് വാങ്ങിച്ചു. പിന്നെ ഒരു തലയിൽ ചോക്ലേറ്റ് 1 ടൈപ്പ് വാങ്ങിച്ചു. തലയിൽ തേക്കുന്ന ഒരു ഓയിൽ മേടിച്ചു. നീലിബ്രിങ്ങാതി കൊച്ചൻ്റെ ഈശക്കോട്ടന അവിടെ അതിനിടയ്ക്ക് ആനയുടെ നോ 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 ഹെവി തേനീച്ചക്കൂട് 2 റെയിനി. അപ്പോഴേക്കും ഓടിക്കടന്നു. ഇവിടെ നിന്ന് കിട്ടില്ല വ്യൂ ആട്ടോ സഞ്ജു. ഓ എന്താ വ്യൂ അല്ല റെസ്റ്റോറന്റിന്. തേയിലത്തോട്ടം. ഇവിടത്തെ വ്യൂ നോക്കി, ഇവിടെ തേയിലത്തോട്ടം. അടിപൊളി വ്യൂ ആണ് ഈ റെസ്റ്റോറന്റില്. സോഡ ഇറങ്ങിയാലുണ്ട്. കിടില വ്യൂ ആണ് കണ്ട ഈ റെസ്റ്റോറന്റിന്. ഈശക്കുട്ട ഇഷ്ടമായാ? ലൈക്ക് സൺഗ്ലാസ് വയ്ക്കണോ? ഓക്കെ. This is gobi manchurian. Chicken biryani. ചിക്കൻ ബിരിയാണി. ചിക്കൻ ബിരിയാണി ആണോ? അതായത് ഇത് ഈ കാണുമ്പോ എനിക്ക് വിനോദയാത്ര സിനിമ ഓർമ്മ അല്ലേ? ഈശക്കൂട്ടൻ look at me. ഇത് എത്ര ഇത് നോക്ക്, പൊന്നെ. അതൊരു കുഞ്ഞു ബേബി മമ്മിയുടെ വയറ്റിലിരിക്കുന്നതാ ഈശക്കൂട്ടാ. ഇത് ടീ ആണല്ലേ, ടീ ഫാക്ടറി മടുപട്ടി. ട്രെയിനാണ്. നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു. എന്നിട്ട് നമ്മൾ ഇവിടേക്കാണ് പോകുന്നത്. മഴ പൊടിയുന്നുണ്ട്. വാ, ഇവിടെ നൈസാട്ടാ, നല്ല രസമുണ്ട് കാണാൻ. ഇവിടെ അടിപൊളിയാട്ടാ, നല്ല ബ്യൂട്ടിഫുള്ളാ. കാക്ടസ് ഗാർഡൻ. രസമുണ്ടല്ലേ? ഒരുപാട് വെറൈറ്റി ഓഫ് കാക്ടസ് ഉണ്ട് ഇവിടെ. അത് പിന്നെ അത് കഴിഞ്ഞാൽ അത് ക്ലോസ്ഡാണ്, ഫുള്ള് ക്ലോസ്ഡാണ്. മൃദുസഞ്ജീവിനി, ഇവിടെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. സഞ്ജീവിനി അല്ലേ? ഇത് പൊട്ടിച്ച് കഴിച്ചാൽ മതി അല്ലേ? ആ, ഇതാണ് ഹനുമാൻ പറക്കാൻ പോയത്. അടിപൊളിയാട്ടാ. അതൊക്കെ നോക്കി നല്ല രസമുണ്ടല്ലേ?
ചോക്ലേറ്റ് ഫാക്ടറിയാ. അതൊരു പ്രൊഡക്ഷൻ കറണ്ട്. ഇവിടെ ഒരു ഷോപ്പുണ്ട്. ഇവിടെ ഇങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. ബുദ്ധപ്രതിമ, ഹാൻഡ് ക്രാഫ്റ്റ് ഐറ്റം. ഇത് ബംബ്ലൂസ് നാരങ്ങയുടെ ബംബ്ലൂസ് നാരങ്ങ. ഇത് നോക്കി. നൈസ്. ഓറഞ്ച് ഓറഞ്ച് മുസാമ്പി, വലിയ ഓറഞ്ച് ഉണ്ട്. മുസാമ്പി മുസാമ്പി ഓറഞ്ച് അവൾക്ക് പൊട്ടിക്കണം. കോടറങ്ങി കാണാനേ പറ്റുന്നില്ല. അപ്പൊ നമ്മള് ചോക്ലേറ്റ് ഫാക്ടറിയിൽ നിന്ന് ഇറങ്ങിയില്ലേ? കാക്ടസ് ഗാർഡൻ ആണത്. കാക്ടസ് ഗാർഡനും ചോക്ലേറ്റ് ഫാക്ടറിയും കൂടെ ഒരുമിച്ചാണ് അവിടെ. എൻട്രി വരുന്നത് 50 രൂപ ഒരാൾക്ക്. സോ അപ്പം അത് ഫിനിഷ് ചെയ്തിട്ട് നമ്മൾ ഇറങ്ങാണ്. ചെങ്കട പോണ എന്നിട്ട് എലിഫന്റ് പാർക്ക് എലിഫന്റിന്റെ പുറത്ത് കയറണമെന്നുണ്ടെങ്കിലും ഞങ്ങൾക്ക് അതിന് സാധിച്ചില്ല. കാരണം ഭയങ്കര മഴയായിരുന്നു, പുറത്തിറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് നേരം നമ്മളവിടെ നോക്കി മഴ കുറയുമെന്ന്, പക്ഷെ കുറയുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ആ ആക്ടിവിറ്റി അവിടെ ഉപേക്ഷിച്ചു. അപ്പോൾ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ചേച്ചിമാര് തേയില കൊള്ളുന്നു. അടിപൊളിയാട്ടാ. നോക്കി ആ സ്ഥലമൊക്കെ നോക്കി. തണുപ്പാണോ? അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ചായക്കട കാണുന്നത്. വേറെ ചായക്കട ഒന്നുമില്ല, അത് ഒരൊറ്റ ചായക്കട അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അതങ്ങനെ ഭയങ്കര ഉള്ളിലൊക്കെ കയറി ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു ചായക്കടയല്ല. പക്ഷെ നമ്മൾക്ക് കാറൊക്കെ സൈഡിൽ ഒതുക്കി അവിടെ കയറി ഒരു ചായയൊക്കെ കുടിച്ചാൽ അടിപൊളി വൈബാണ്. നല്ല തണുപ്പും നല്ല ചൂട് ചായയും പിന്നെ മാഗിയൊക്കെ കഴിക്കാനായിട്ട് അടിപൊളിയായിരുന്നു. അപ്പം നമ്മൾ കോഫിയാണല്ലേ, അവിടെ ചായ ഇല്ല, കോഫി. സോ ഇതാണ് വൈബ് അല്ലേ? എങ്ങനെയുണ്ട്? അങ്ങനെ ഞങ്ങൾ മൂന്നാറിൽ നിന്ന് തിരിച്ച് നമ്മുടെ വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ മൂന്നാർ വീഡിയോൻ്റെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. അടുത്ത വീഡിയോ ആയിട്ട് വരാം.